ദ്രോണ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. അപ്പം LGS LDC പരീക്ഷകൾക്ക് വരാവുന്ന ചോദ്യങ്ങളും മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന രണ്ട് തസ്തികകളാണ് LGS LDC എന്നിവ. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം. പഴശ്ശി രാജാവിൻ്റെ നാട്ടുരാജ്യം ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കോട്ടയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്റർപ്രട്ടേഷൻ ഓഫ് മെലഡീസ് എഴുതിയത് ആരാണ്? ഇന്റർപ്രട്ടേഷൻ ഓഫ് മെലഡീസ് എഴുതിയത് അമൃത പ്രീതം ആണ്. അമൃത പ്രീതം. ഊർ നഗരം ഏത് രാജ്യത്താണ്? ഊർ നഗരം ഏത് രാജ്യത്താണ്? ഇറാഖ്. എയർഫോഴ്സ് ഫ്ലൈയിങ് കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എയർഫോഴ്സ് ഫ്ലൈയിങ് കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജോധ്പൂർ ആണ്. ജോധ്പൂർ. കേരളത്തിൽ മൊത്തം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ്. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെ കൃതിയാണ്? സ്റ്റീഫൻ ഹോക്കിൻസിന്റെ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ആരുടെ കൃതിയാണ്? സ്റ്റീഫൻ ഹോക്കിൻസ്. സാമുവൽ ഹാനിമാൻ ജനിച്ചത് എവിടെയാണ്? മൈസണിലാണ്. മൈസണിൽ. ജർമ്മനിയിലെ മൈസണിലാണ് സാമുവൽ ഹാനിമാൻ ജനിച്ചത്. ആദ്യത്തെ കഥാപ്രസംഗം ഏതായിരുന്നു? കാർക്കണ്ടേയ ചരിതം. കാർക്കണ്ടേയ ചരിതമായിരുന്നു ആദ്യത്തെ കഥാപ്രസംഗം. ആദ്യത്തെ കഥാപ്രസംഗം കാർക്കണ്ടേയ ചരിതം ആയിരുന്നു. നട്ടെല്ലില്ലാത്ത ഒരു ജീവിയാണ് കൊതുക്. നട്ടെല്ലില്ലാത്ത ഒരു ജീവി ഏതാണെന്ന് ചോദിക്കും. കൊതുക് ആണ്. പുരുഷ സൂക്തം ഏത് കൃതിയുടെ ഭാഗമാണ്? പുരുഷ സൂക്തം ഏത് കൃതിയുടെ ഭാഗമാണ്? ഋഗ്വേദത്തിന്റെ ഭാഗമാണ് പുരുഷ സൂക്തം. സധൈര്യം സത്യം മാത്രം പ്രസ്താവിക്കുക, അത് വേദനിപ്പിച്ചാലും ഇല്ലെങ്കിലും. സധൈര്യം സത്യം മാത്രം പ്രസ്താവിക്കുക, അത് വേദനിപ്പിച്ചാലും ഇല്ലെങ്കിലും. ഇത് ആരുടെ വാക്കുകളാണ്? വിവേകാനന്ദന്റെ വാക്കുകളാണ്. മിസൈലുകളുടെ വേഗത അളക്കുന്ന ഉപകരണം. മിസൈലുകളുടെ വേഗത അളക്കുന്ന ഉപകരണമാണ് ക്രോണോഗ്രാഫ്. ക്രോണോഗ്രാഫ്. സെന്റിനൽ റേഞ്ച് എന്ന പർവ്വതനിര എവിടെയാണ്? സെന്റിനൽ റേഞ്ച് എന്ന പർവ്വതനിര എവിടെയാണ്? അന്റാർട്ടിക്കയിൽ ആണ്. അന്റാർട്ടിക്കയിൽ. സെന്റിനൽ റേഞ്ച് എന്ന പർവ്വതനിര അന്റാർട്ടിക്കയിലാണ്. മോർഫിൻ കുത്തിവയ്ക്കുന്നത് എന്തിനാണ്? വേദന ശമിപ്പിക്കാൻ. മോർഫിൻ കുത്തിവയ്ക്കുന്നത് എന്തിനാണ്? വേദന ശമിപ്പിക്കാൻ. എയർപോർട്ട് എന്ന കൃതി ആരുടേതാണ്? ആർതർ ഹീലിയുടേതാണ്. ആർതർ ഹീലി. എയർപോർട്ട് എന്ന കൃതി ആരുടേതാണ്? ആർതർ ഹീലി. അരക്നോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? അരക്നോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ചിലന്തികളെ കുറിച്ചുള്ള പഠനം. താമരയും കടാരയും എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? താമരയും കടാരയും എന്ന സംഘടന സ്ഥാപിച്ചത് അരവിന്ദ ഘോഷ് ആണ്. അരവിന്ദ ഘോഷ്. KSRTCയുടെ പഴയ ടിക്കറ്റ് ഉണ്ടല്ലോ, കോളങ്ങളുള്ള ടിക്കറ്റ്, നമ്മൾ ടിക്ക് ചെയ്ത് തരുന്ന ടിക്കറ്റ് ഉണ്ടല്ലോ KSRT, അതിൽ എത്ര കോളങ്ങളാണ് ഉള്ളത് എന്ന് ചോദിക്കും. 57 കോളങ്ങൾ ആണ്. മിഗ് എയർക്രാഫ്റ്റിന്റെ ഇന്ത്യൻ പേര് എന്താണ്? ബാസ് എന്നാണ്. ബാസ്. മിഗ് എയർക്രാഫ്റ്റിന്റെ ഇന്ത്യൻ പേര് ബാസ് എന്നാണ്. ഇന്ത്യൻ പോസ്റ്റൽ സമ്പ്രദായം ആരംഭിച്ചത് എന്ന്? ഇന്ത്യൻ പോസ്റ്റൽ സമ്പ്രദായം ആരംഭിച്ചത് 1837 ആണ്. തോമസ് ആൽവ എഡിസൺ സോണോഗ്രാഫി യന്ത്രം അല്ലെങ്കിൽ സോണോഗ്രാഫ് കണ്ടുപിടിച്ച വർഷം? സോണോഗ്രാഫ് കണ്ടുപിടിച്ച വർഷം 1877 ആണ്. 1877 സോണോഗ്രാഫി യന്ത്രം അല്ലെങ്കിൽ സോണോഗ്രാഫ് തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ചത്. സ്വേച്ഛാധിപത്യം, ദാരിദ്ര്യം, രോഗം, യുദ്ധം ഇവയാണ് മനുഷ്യന്റെ പൊതു ശത്രുക്കൾ എന്ന് പറഞ്ഞത് ആരാണ്? ജോൺ എഫ് കെന്നഡി ആണ്. ജോൺ എഫ് കെന്നഡി. ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫോസിൽ ഗ്രഹം എന്നറിയപ്പെടുന്നത് ബുധൻ ആണ്. അത്യുൽപാദന ശേഷിയുള്ള ഒരു കൈതച്ചക്കയാണ് ക്യൂ എന്ന് പറയുന്നത്. അത്യുൽപാദന ശേഷിയുള്ള ഒരു കൈതച്ചക്കയാണ് ക്യൂ എന്ന് പറയുന്നത്. ആസ്ട്രോഫോബിയ എന്നത് എന്തിനോടുള്ള ഭയമാണ്? ആസ്ട്രോഫോബിയ എന്നത് എന്തിനോടുള്ള ഭയമാണ്? ആസ്ട്രോഫോബിയ മിന്നലിനോടുള്ള ഭയം. മിന്നലിനോടുള്ള ഭയം. കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ ജില്ലകളുണ്ട്? കേരളത്തിൽ എത്ര വിദ്യാഭ്യാസ ജില്ലകളുണ്ട്? 3 വിദ്യാഭ്യാസ ജില്ലകൾ. 3 അല്ല, 34 വിദ്യാഭ്യാസ ജില്ലകൾ. 34.
പകരത്തിനു പകരം എന്ന നാടകം രചിച്ചത് ആരാണ്? പകരത്തിനു പകരം എന്ന നാടകം രചിച്ചത് ഷേക്സ്പിയർ ആണ്. ഏറ്റവും വലിയ ഇഴജന്തു ഏതാണ്? ഏറ്റവും വലിയ ഇഴജന്തു, അതായത് ഉരകം, മുതലയാണ്, മുതല. സ്പെയിനിന്റെ പാർലമെന്റിന്റെ പേര് ക്രോട്ടസ് എന്നാണ്, ക്രോട്ടസ്. ഇന്ത്യ ഹൗസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യ ഹൗസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടനിൽ ആണ് ഇന്ത്യ ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? കാശ്മീർ സിംഹം ഷേഖ് അബ്ദുള്ള. ഒരേ അളവിലുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ ഐസോഹെൽസ് എന്നാണ് പറയുന്നത്. ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളെ ഐസോഹെൽസ് എന്നാണ് പറയുന്നത്. പച്ചക്കറികൾ വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്താണ്? പച്ചക്കറികൾ വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ജീവകങ്ങളാണ്, വൈറ്റമിൻസ്. ആരുടെ സാഹിത്യകൃതിയാണ് മന്ദമാരുതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ആരുടെ സാഹിത്യകൃതികളെയാണ് മന്ദമാരുതൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? ഗുപ്തൻ നായരുടെ, എസ് ഗുപ്തൻ നായരുടെ. അന്താരാഷ്ട്ര സമയം കാണിക്കുന്നതിനുള്ള സൂക്ഷ്മ ഘടികാരങ്ങള് ക്രോണോമീറ്റർ എന്നാണ് പറയുന്നത്. ക്രോണോമീറ്റർ. അന്താരാഷ്ട്ര സമയം കാണിക്കുന്നതിനുള്ള സൂക്ഷ്മ ഘടികാരങ്ങളാണ് ക്രോണോമീറ്റർ എന്ന് പറയുന്നത്. ഭൂമിയിലെ കാറ്റുകളുടെ ദിശയെ സംബന്ധിക്കുന്ന നിയമം. ഭൂമിയിലെ കാറ്റുകളുടെ ദിശയെ സംബന്ധിക്കുന്ന നിയമം ഫെറൽ നിയമം ആണ്. ഫെറൽ നിയമം. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ എന്ന് തുടങ്ങുന്ന ഗാനം ആരുടേതാണ്? വയലാറിന്റെ. തകഴിക്ക് ജ്ഞാനപീഠം നേടിക്കൊടുത്ത നോവൽ ഏതാണ്? തകഴിക്ക് ജ്ഞാനപീഠം നേടിക്കൊടുത്ത നോവൽ കയറാണ്, കയർ. നമുക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം. ഈ വരികൾ രചിച്ചത് ആരാണ്? ഉള്ളൂരാണ്, ഉള്ളൂർ. ഇരവിക്കുട്ടിപ്പിള്ള പോര് ഉൾപ്പെടുന്ന നാടൻ പാട്ടിന്റെ വിഭാഗം. ഇരവിക്കുട്ടിപ്പിള്ള പോര് ഉൾപ്പെടുന്ന നാടൻ പാട്ടിന്റെ വിഭാഗമാണ് തെക്കൻ പാട്ട് എന്ന് പറയുന്നത്. അധ്യാപക കഥാകൃത്ത് എന്നറിയപ്പെടുന്ന കഥാകാരൻ കാരൂരാണ്, കാരൂർ. പക്ഷികളുടെ മണം എന്ന കഥ രചിച്ചത് ആര്? പക്ഷികളുടെ മണം എന്ന കഥ രചിച്ചത് മാധവിക്കുട്ടി ആണ്. പച്ചപ്പനന്തത്തെ പുന്നാര പൂമുത്തെ എന്ന സിനിമാ ഗാനം രചിച്ചത് ആരാണ്? പൊൻകുന്നം ദാമോദരൻ. ടൊമാറ്റോ സോസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ടൊമാറ്റോ സോസിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ്, അസറ്റിക് ആസിഡ്. വിലാസിനി പുരസ്കാരം നൽകുന്നത് ആരാണ്? കേരള സാഹിത്യ അക്കാദമി. ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണ വേളയിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു കൽക്കരിയാണ്, കൽക്കരി. അപ്പൊ ഇത്രയും ചോദ്യോത്തരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.